ഹായ് ഗൈസ്, എല്ലാവർക്കും മച്ചാൻ ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കൊല്ലം ചന്ദനത്തോപ്പ് ITIയിൽ NDA സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാറിനെതിരെ നടന്ന പ്രതിഷേധം. ഇപ്പോഴത്തെ ഒരു കോളേജ് രാഷ്ട്രീയം, സംഘടിത രാഷ്ട്രീയം, ഇതേപ്പറ്റി ഒരവലോകനം എന്ന രീതിയിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാറിന് എല്ലാവർക്കും അറിയാം. സിനിമാ മേഖലയിൽ നിന്നുള്ള കലാമേഖലയിൽ നിന്ന് പിന്നെ ഇപ്പോൾ രാഷ്ട്രീയ മേഖലയിലേക്ക് എത്തിയ ഒരു വ്യക്തിത്വമാണ്. അപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ഒരാളുമാണ്. അപ്പം ഇന്ന് പുള്ളിക്കാരൻ ഇപ്പോൾ ഈയിടയ്ക്കാണ് NDA സ്ഥാനാർത്ഥിയെല്ലാം പ്രഖ്യാപിച്ചത്. കൊല്ലത്ത് ഇപ്പോഴാണ് പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് മുകേഷും, ഇടതുവശത്തു നിന്നും മുകേഷും വലതുവശത്തു നിന്നും പ്രേമേന്ദ്രൻ നേരത്തെ പ്രഖ്യാപിച്ചാണ്. അവർ തെരഞ്ഞെടുപ്പ് പരിപാടികളെല്ലാം തുടങ്ങിയായിരുന്നു. അപ്പം G. കൃഷ്ണകുമാർ ഇപ്പോഴാണ് തുടങ്ങിയത്, വൈകിയാണ് തുടങ്ങിയത്. പുള്ളിക്കാരൻ്റെ അടുത്ത പരിപാടിയിൽ തന്നെ ഒരു സംഘർഷം ഉണ്ടായി. അതായത് കൊല്ലം ചന്ദനത്തോപ്പ് ITIയിൽ അവിടുത്തെ അവാർഡ് സമ്മാനദാന ചടങ്ങിലും അപ്പം അതിൻ്റെ ഉദ്ഘാടനം പ്രിൻസിപ്പൾ SFIക്കാർ, അവിടുത്തെ SFIക്കാരാണ് പ്രതിഷേധം നടത്തുന്നത്. അപ്പോൾ അവരാണ് കൃഷ്ണകുമാറിനെ തടഞ്ഞത്. അപ്പോൾ അവിടെ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച ഉദ്ഘാടനത്തിന് പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് മാറ്റി G. കൃഷ്ണകുമാർ വന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ആൾ വന്നു. അത് സമ്മാനദാനം നടത്തി, ഉദ്ഘാടനവും നടത്തി, തെരഞ്ഞെടുപ്പ് പ്രചരണവും കൂടി നടത്തിയിട്ട് വോട്ട് അഭ്യർത്ഥിച്ച് പരിപാടിയും ഇറങ്ങിപ്പോകാന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ നമ്മുടെ ചന്ദനത്തോപ്പ് ITIയിൽ കയറിയപ്പോൾ തന്നെ അവർ തടഞ്ഞു. SFI പ്രകടനം നടത്തി അവർ തടഞ്ഞു, കയറുന്നതിൽ തടഞ്ഞു. പിന്നെ അവിടെ പാർട്ടിക്കാർ, ഇവരുടെ NDAയുടെ സൈഡിൽ നിന്ന് ഒരു പാർട്ടിക്കാരൊന്നും അധികം ആയിട്ടില്ലായിരുന്നു. അവരൊരു സംയമനത്തോടെയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവർ പ്രതിഷേധമായി, പിന്നെ അടിയായി, ബഹളമായി, പിന്നെ പോലീസിനെ വിളിച്ച്. അതായത് NDA സ്ഥാനാർത്ഥി നമ്മുടെ കൃഷ്ണകുമാറിന് ഒരു നല്ലൊരു ഇൻട്രോ SFIക്കാർ ഒരുക്കി കൊടുത്തു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. നല്ല സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ നല്ലൊരു ഇൻട്രോ പുള്ളിക്കാരന് കിട്ടി. അതുകൊണ്ട് കൊല്ലത്തുനിന്ന് പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയം അത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മെയിനായിട്ട് അത് പറയാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. മുമ്പുള്ള ഈ ക്യാമ്പസ് രാഷ്ട്രീയവും ഇപ്പോഴത്തെ ക്യാമ്പസ് രാഷ്ട്രീയം തമ്മിൽ നിരവധി വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മുമ്പുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് പല നേതാക്കന്മാരും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ മിക്ക നേതാക്കളും ഇത് കലാലയ രാഷ്ട്രീയത്തിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ മുമ്പുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംഘടനകളും കാണും. ചില ഏരിയയിലേക്കേ ഉള്ളൂ, ചില ക്യാമ്പസുകളിലേക്കേ ഉള്ളൂ ഒറ്റ സംഘടനകളൊക്കെ വരുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് നടന്ന സിദ്ധാർത്ഥിൻ്റെ പ്രശ്നത്തിന് അവിടെ ഒരു സംഘടനയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, ന്യൂസിൽ കണ്ടതാണ്. അപ്പം മിക്ക കലാലയത്തിലും എല്ലാ 3 സംഘടനകളും പ്രധാനമായിട്ട് കാണുന്നതാണ്. ഇപ്പം അന്നത്തെ രാഷ്ട്രീയം ഇപ്പോഴത്തെ രാഷ്ട്രീയം തന്നെ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു രീതി എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ഒരു രീതി എന്ന് പറയുന്നത്, സ്റ്റുഡൻസിൻ്റെയൊക്കെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്നല്ല. ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള, ആരോഗ്യപരമായിട്ടുള്ള സംവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ, ഓരോ കാര്യങ്ങളും മുന്നിൽ നടന്ന പ്രകടനങ്ങളുമൊക്കെ നടന്നിട്ടുള്ള, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാനതൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നിരവധി കണ്ടിട്ടുള്ളതാണ്. ഇതണൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും ഇത്രയും ഒരു രീതിയിലുള്ള അല്ലായിരുന്നു. അതായത് ഞാൻ പഠിച്ചിരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചപ്പോൾ കോളേജിലൊന്നും രാഷ്ട്രീയമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ +1 +2 സ്കൂളിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. സ്കൂളിലും രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചിരുന്ന സമയത്താണ് ഒരു വലിയൊരു പ്രശ്നം നടന്നിരുന്നത്. അതായത് ഞാൻ പഠിച്ചത് അമ്പലപ്പുഴ സ്കൂളിലാണ്. അപ്പോൾ അമ്പലപ്പുഴ സ്കൂളിലാണ് 3 പെൺകുട്ടികൾ അവിടെ പഠിച്ചിരുന്ന VHSC വിദ്യാർത്ഥിനികൾ ക്ലാസ് റൂമിൽ മരിച്ച നിലയിൽ, വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപ്പം ആ സമയത്ത് ഇതേപോലുള്ള പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ വെളിയിൽ നടന്നു. അപ്പോൾ അത് ഒതുക്കാൻ വലിയ ഇതൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉള്ളിൽ വിദ്യാർത്ഥികളുടെ പ്രകടനം ഞങ്ങൾ നടത്തി. അതിൽ പാർട്ടി ഭേദമൊന്നും നോക്കിയിട്ടൊന്നുമല്ല, കോടിയുടെ നിറവൊന്നും നോക്കിയിട്ടൊന്നുമല്ല. എല്ലാ സംഘടനകളും ഉണ്ടായിരുന്നു. AVPയും KSUവും SFIയും എല്ലാവരും ചേർന്ന് പറഞ്ഞ് വിദ്യാർത്ഥി ഐക്യം എന്ന രീതിയിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രീതികൾ, അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള 3 പേരും ഒരുമിച്ച് കൈകോർത്താണ് ആ പ്രകടനങ്ങളും എന്നൊക്കെ നടത്തി, പ്രതിഷേധം നടത്തി, അതിൻ്റെ അന്വേഷണം ഊർജിതമാക്കിയതും പ്രതികളെ കണ്ടുപിടിച്ചതും ശിക്ഷിച്ചതും അങ്ങനെ പല കാര്യങ്ങളുണ്ടായത്. അപ്പോൾ ഒരു പ്രശ്നം വന്നാലും എന്ത് കാര്യം വന്നാലും ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അടിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും
അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ ബഹുമാനിക്കുക, റെസ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അവിടുന്ന്. ഇന്നതില്ല. ഇന്ന് എന്തിനെ എതിർക്കുക, അടിയുണ്ടാക്കുക, ഈ അധികാരം വെച്ച് ഓരോന്ന് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ പോയേക്കുന്നത്. അക്രമ രാഷ്ട്രീയത്തിലോട്ട് കൂടുതൽ പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ആരോഗ്യപരമായ ഒന്നുമല്ല, പ്രകടനമൊന്നുമല്ല, നേരെ ഡയറക്റ്റ് അക്രമ രാഷ്ട്രീയത്തിലോട്ട് പോവുകയാണ്, അധികാരം വെച്ചിട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഇതിപ്പം കൃഷ്ണകുമാർ വന്ന് കയറിയപ്പോഴത്തേക്കും പ്രിൻസിപ്പൽ, അപ്പം SFIക്കാർ പറയുന്നത് പ്രിൻസിപ്പലിനും ഉദ്ഘാടനം പ്രിൻസിപ്പളായിരുന്നു, അവർ മാറ്റിയതിൻ്റെ പ്രതിഷേധമാണ് നടത്തിയത് എന്നാണ്. പ്രതിഷേധം നടത്തിയിട്ട് അത് അവിടുത്തെ അധികാരികൾക്കെതിരെ പ്രതിഷേധം നടത്തുക, അതായത് അവിടുത്തെ ചെയർമാനും അവരുമായിട്ടൊക്കെ സംബന്ധിച്ച് ഒരു മീറ്റിംഗ് നടത്തി അതിൻ്റെ പ്രതിഷേധം അറിയിക്കുക. അതല്ലാതെ വന്നു കയറുന്നു. ഇപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയും അവരുടെ ടീമുകളെന്നും പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് ടീമിനെ പോലെയാണ്. ഒരു മാർക്കറ്റിംഗ് ഹെഡ്, മാർക്കറ്റിംഗ് ടീം ഒരു പ്രൊഡക്റ്റിൻ്റെ. അപ്പോൾ അത് അവരുടെ പോസിറ്റീവ് സൈഡ് മാത്രം അവർ മുന്നിൽ വെച്ചിട്ട് ചെറിയ നെഗറ്റീവ് സൈഡുകളൊക്കെ പിന്നിൽ മറച്ചു വെച്ചിട്ട് അവർ പോസിറ്റീവ് സൈഡ് കൂടുതൽ പറയുകയും സംസാരിക്കും. അവർക്ക് എവിടെ സ്കോപ്പ് ഉണ്ടോ, എവിടെ ചാൻസ് ഉണ്ടെന്ന് മാർക്കറ്റിംഗ് ടീം, മാർക്കറ്റിംഗ് ഹെഡ് ോട് പറയുകയും ആ സ്കോപ്പിലേക്ക് അവർ നുഴഞ്ഞു കയറുകയും അവിടെ അവരുടെ പ്രൊഡക്റ്റ് മാക്സിമം പോസിറ്റീവ് സൈഡ് പറഞ്ഞ് അവരത് അവരുടെ പ്രോഫിറ്റിൽ നേടുക ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് ടീമും മാർക്കറ്റിംഗ് ഹെഡും ചെയ്യുന്നത്. സെയിം അതേ തന്നെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണവും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളും ചെയ്യുന്നത്. അവരെവിടെ ഏതൊക്കെ രീതിയിൽ സ്കോപ്പ് ഉണ്ടെന്ന് നോക്കുക, ഏത് കലാലയമായാലും ഏതൊരു വിഭാഗത്തായാലും ഏതൊരു ഇൻഡസ്ട്രിയിലാണെങ്കിലും ഏതൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണെങ്കിലും അവിടെ എവിടെ സ്കോപ്പ് ഉണ്ടെന്ന് നോക്കിയിട്ട് അവരവിടെ കയറി അവർ പ്രചരണം നടത്തും, വോട്ട് അഭ്യർത്ഥിക്കും. അതിൽ ഭരണഘടന വിരുദ്ധമൊന്നുമല്ല, അത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് അവരവരുടെ അവകാശമാണ്, അതിനെ അംഗീകരിക്കുക. അപ്പോൾ ആ പുള്ളിക്കാരൻ വരുമ്പോൾ അതിനെ എതിർക്കുക, അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് കയറരുത് പറയുക, അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്യുന്നത് തെറ്റായിട്ട് കളയാം. പിന്നെ അതേപോലെ തന്നെ അക്രമ രാഷ്ട്രീയം നടത്തിയിട്ടൊന്നും നേടാനില്ല, ആർക്കും ഒന്നും നേടാനില്ല. കയ്യൊക്കെ അടിച്ചിട്ടല്ല രാഷ്ട്രീയം കളിക്കുന്നത്. അപ്പം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതേപോലെ തന്നെ ആരോഗ്യപരമായ പ്രകടനവും പ്രതിഷേധവും അറിയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ്. കുറേ ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ അക്രമ രാഷ്ട്രീയം കാണിച്ച് കാര്യമില്ല. അപ്പം ഇത് പുള്ളിക്കാരൻ നടത്തിയൊരു നല്ലൊരു സ്പീച്ചായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് അകത്ത് കയറി പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് കയറിയതിന് ശേഷം, പോലീസൊക്കെ ഒന്ന് കയറിയതിന് ശേഷം പുള്ളിക്കാരൻ നല്ലൊരു സ്പീച്ച് നടത്തി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു രാഷ്ട്രീയ ഭേദമന്യേ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്. രാവിലെ പുള്ളിക്കാരൻ ഇവിടെ വന്നതിന് ശേഷം പ്രേമേന്ദ്രനും മുകേഷും ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ട് അവർ കെട്ടിപ്പിടിച്ചിട്ടാണ് വന്ന് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. ഇതിനു മുമ്പേ ഇവർ രണ്ടുപേരും വന്ന് ഈ സെയിം ചന്ദ്രത്തോപ്പ് ഐറ്റയിൽ വന്ന് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് വന്നിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പോയതാണ്. പുള്ളിക്കാരൻ വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. അപ്പം അവർക്കില്ലാത്ത പ്രശ്നങ്ങൾ അണികളെ വെച്ചുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് കാണിക്കുന്നത്, അത് സ്വയം ചിന്തിക്കുക. നമുക്ക് വേണ്ടത് നല്ലൊരു നേതാവ്, നമുക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നല്ലൊരു, അപ്പോൾ അത് ആളെ നോക്കി സെലക്ട് ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ വോട്ട് കൊടുത്ത് മുന്നിൽ നിർത്തുക എന്നതാണ് ചെയ്യേണ്ടത്, അല്ലാതെ പാർട്ടി നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരോടും അത് തന്നെ പറയാനുള്ളത്. ഇപ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെടാൻ, എന്തെങ്കിലും പ്രശ്നങ്ങൾ, പുള്ളിക്കാരൻ സ്പീച്ച് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും പറ്റിയ നഷ്ടം അവർക്ക് തന്നെയാണ്, അവരുടെ വീട്ടുകാർക്കാണ്, അവരുടെ ഫ്യൂച്ചറിനാണ്, ഭാവിക്കാണ്. ഒരു അടിയും ഇടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുന്നുള്ളതൊക്കെ ഉണ്ടാക്കാനൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർക്കും ഇതൊക്കെ പോകുന്നത്, അല്ല വേറൊരു പാർട്ടിയോ അല്ലെങ്കിൽ പാർട്ടി നേതാവോ ഏറ്റെടുക്കത്തില്ല. അപ്പം അത് ശ്രദ്ധിക്കുക. ആരോഗ്യപരമായ കാര്യങ്ങൾ മുന്നിൽ കൊണ്ടുവരിക, പ്രതിഷേധമാണെങ്കിലും എന്താണെങ്കിലും. അതേപോലെ തന്നെ നല്ലൊരു സ്ഥാനാർത്ഥിയെ, സമൂഹത്തിന് വേണ്ടി എല്ലാം നല്ലത് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുക. അല്ലാതെ പാർട്ടിയോ പാർട്ടിയുടെ ചിഹ്നമോ ജാതിയോ മതമോ നിറമോ ഒന്നും നോക്കിയിട്ടല്ല കൊടുക്കേണ്ടത്. സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഏറ്റവും നല്ലോണം ചെയ്യുന്ന ആര്, അങ്ങനെ ചെയ്താലേ സമൂഹം വളരത്തുള്ളൂ. അല്ലാതെ പാർട്ടി ഇതൊന്നും നോക്കി ചെയ്തിട്ടൊന്നും സമൂഹം വളരത്തില്ല, ഏത് പാർട്ടി ആയാലും. അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഇത് പറയണമെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് പിന്നെ നമ്മൾ കാണുന്നതായിരിക്കും. ബൈ.